ഭാരതത്തിൽ തന്നെ ഒരേ ഒരു സ്ഥലത്തുള്ള ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു ലത, മാധവീലത. ഈ മാധവീലതയുടെ ചോട്ടിലുള്ള ഒരു ദേവീ സങ്കല്പം, അതാണ് ആറങ്ങോട്ടുകരയിലുള്ള കാർത്യായനി ഭഗവതി. അതെ, നമ്മൾ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തിയിലുള്ള ആറങ്ങോട്ടുകരയിലാണ്. ഇവിടെയുള്ള കാർത്യായനി ക്ഷേത്രം ഒരു മണിക്കിണറിൻ്റെ കരയിലുള്ള മാധവീലത എന്ന് പറയുന്ന വിശേഷപ്പെട്ട ഒരു വള്ളിച്ചെടി. ഇന്ന് ആ വള്ളിച്ചെടി ക്ഷേത്രം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. ആ വള്ളിച്ചെടിയുടെ ചുവട്ടിലുള്ള ദേവീ സങ്കല്പമാണ് കാർത്യായനി ദേവി. ആ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് വസിഷ്ഠമുനി തപസ് ചെയ്തിരുന്ന പുണ്യഭൂമിയായിരുന്നത്രേ ഇവിടം. പണ്ട് ഭാരതപ്പുഴ ഇതുവഴിയായിരുന്നത്രേ ഒഴുകിയിരുന്നത്. വസിഷ്ഠമുനിയുടെ നിർദ്ദേശപ്രകാരം ആറങ്ങോട്ടും കര ഇങ്ങോട്ടും മാറി ആറങ്ങോട്ടുകര എന്ന സ്ഥലനാമം ഉണ്ടായി എന്ന് ഐതിഹ്യം. ആറങ്ങോട്ട് കര ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആറങ്ങോട്ടുകരയായത്. പിന്നെ അത് അതിൻ്റെ ഉദ്ദേശം കാരണമാണ് ഇവിടുത്തെ വെള്ളം കയറാൻ പുഴയിൽ വെള്ളം വന്നപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ചോട്ടിലേക്കാണ് പൂജ കഴിക്കുന്നത്. നേരെ ഇതിൽ ബിംബമില്ല, ആ ക്ഷേത്രത്തിന് ബിംബമില്ല, ഒരു സങ്കല്പമാണ്, ദേവീ സങ്കല്പമാണ്. അതിൻ്റെ തൊട്ട് വടക്ക് കിഴക്കേ മൂലക്കിലാണ് ഈ മാധവീലത എന്ന് പറയുന്ന വൃക്ഷം എന്ന് പറയാൻ വെള്ളിയായിട്ടാണ് അത് നിൽക്കുന്നത്. അതിൻ്റെ ചോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പൂജ കഴിക്കുന്നത്. പിന്നെ മാല ചാർത്താനും അതിന് സൗകര്യാർത്ഥാണ് ഇത് വാൽക്കണ്ണാടി പ്രഭാമണ്ഡലമുണ്ട്. അതിൻ്റെ മുന്നിൽ ഒരു വഴിപാട് കിട്ടിയൊരു ഗോളക വെച്ചിരിക്കുന്നു. അല്ലാതെ ബിംബമായിട്ടില്ല, ബിംബമായിട്ട് വേറെ ഒന്നുമില്ല. ഈ ലത തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ദേവീ സങ്കല്പം. അതൊരു ഔഷധം കൂടിയാണ്, ഔഷധത്തിനും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് അങ്ങനെ എല്ലാ സ്ഥലത്തും ഇല്ല എന്നാണ് അറിവ്. ഞാൻ അറിഞ്ഞതും ഭാരതത്തിൽ വേറെ എവിടെയും ഇല്ല. പിന്നെ ചൈനയിലുണ്ടോന്നോ ഇന്തോനേഷ്യയിൽ അവിടെ എവിടെയൊക്കെ കേട്ടുകേൾവിയുള്ളൂ. അപ്പൊ ഈ ഇതിങ്ങനെ വള്ളിപ്പടർപ്പായിട്ട് ഈ പ്രദേശത്തും വേറെ എവിടെയില്ല. അപ്പൊ ഇതിൽ പിന്നെ ഒരു മണിക്കിണറുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് പൂജ കഴിക്കുന്നത്. ഈ ക്ഷേത്രം ദേവീ സങ്കല്പം അവിടെ പൂജ കഴിക്കണം. അവിടേക്കാണ്. അവിടെ നിന്നാണ് വെള്ളം കയറുക. വർഷക്കാലം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറും. അവിടുന്ന് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്കൊക്കെ വരിക. ഗോപുരം വരെ വരും. അപ്പൊ ഭാരതപ്പുഴയിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും. ശ്രീകോവിലിൻ്റെ ഉള്ളിലാണ് ആദ്യം കയറുക. അങ്ങനെയാണ് ഇവിടെ സങ്കല്പം. നട തുറക്കുന്ന സമയം ഇപ്പോഴത്തെ 6 മണിക്ക്, കാലത്ത് 6 മണി മുതൽ 8:30 വരെ, വൈകിട്ട് 5:30 മുതൽ 7 വരെ. ഇപ്പം അങ്ങനെ നടന്നു പോകുന്നത്. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആണ് ഇപ്പോൾ. ഒരു 3 വർഷമായിട്ട് അവരുടെ നിയന്ത്രണത്തിൽ. എൻ്റെ ചേച്ചിമാരുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അമ്മമ്മ ഉണ്ടായിരുന്നു, അമ്മമ്മയുടെ അമ്മയുണ്ടായിരുന്നു. ഇവിടെ മാല കെട്ടാൻ പുരാതനമായിട്ട് ഞങ്ങളാണ് നമ്മുടെ കഴകത്തിനുണ്ടായിരുന്നത്. ശാന്തിക്കാർ പിന്നെ പലരും മാറി വന്നിട്ടുണ്ട്. കഴകത്തിന് ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഈ ചെടി ഇത്ര വലുപ്പമുണ്ടോ? അന്ന് ഇത്ര ഉണ്ടായിരുന്നില്ല. ചെറിയ വള്ളിയായിരുന്നു. കുറച്ച് ഒരു ഇത്ര വണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഈ മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, പിന്നെ ഇപ്പോഴാണ് വലുതായത്. ഇപ്പൊ നല്ലോണം വലുതായി വരുന്നുണ്ട്. മീരക്കൊക്കെ നിറയെ കൊമ്പും ജില്ലയൊക്കെ. ഇതിന് പൂവുണ്ടാവോ? പൂവുണ്ടാവും. ഏത് സമയത്താ പൂവുണ്ടാവുക? സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ, ആ ഒരു കാലഘട്ടത്തില് 3-4 മാസത്തിനുള്ളിൽ. എന്ത് കളറിലുള്ള പൂവുണ്ടാവുക? ഒരു ലൈറ്റ് ചന്ദന കളറും ഒരു അതിന്റെ തെറ്റത്തെ ഒരു മഞ്ഞ കളറും ഉണ്ട്. അത് ഞെട്ടിയുമ്പോൾ ഇങ്ങനെ പൂവ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഉണ്ടാവും. മീര മുട്ടുണ്ടാവും. അതിങ്ങനെ കൊല മാതിരി ഉണ്ടാവും. ഒരു തണ്ടിന്റെ മുകളില് 3-4-5 പൂവുണ്ടാവും. പ്രകൃതി തന്നെ പരാശക്തിയാകുന്ന ഈ ക്ഷേത്രം ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്നാണ്.